അസ്സലാമലൈക്കും മോൾ. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്താ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. കെട്ടിയോൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മായിമാരും ഉമ്മയും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കീനിട്ടുള്ളത്. അതിനുമുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മൂത്ത അമ്മായി, പേര് ഷജാഷ്. എൻ്റെ അമ്മായി മാത്രമല്ല എൻ്റെ കസിൻ കൂടിയാണ് ആള്. പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ അമ്മായി, പേര് മിസിരിയ. അപ്പം നമ്മളെല്ലാവരും കൂടി വൈകുന്നേരം ഒരു 4:15 കീനിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സിനിമ കാണൽ തന്നെയാണ്. ദൃശ്യം ഇറങ്ങിയപ്പോൾ തന്നെ കാണണമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതാ കുട്ടികളെയും കെട്ടിപ്പറക്കി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മൂന്നും കൂടിയ ഭയങ്കര അലമ്പാന്ന്. അങ്ങനെ നമ്മൾ ഒച്ചപ്പാടെല്ലാക്കി ചിരിച്ചു കളിച്ചെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പീടിയ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി സിനിമ കാണാൻ പോകുന്നതാണല്ലോ. അപ്പോൾ ദൃശ്യം 3 കാണാൻ റിലീസ് ഡേറ്റ് ആയപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം കാണാമെന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത്. പിന്നെ എല്ലാവരും കൂടി ഓട്ടോയിൽ കുത്തി നിറച്ച് അങ്ങനെ ഒരു പോക്കായി. 4 പിള്ളേരെയും ഉറക്കാണ്ടാണ് കൊണ്ടുവന്നത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വണ്ടിയിൽ നിന്ന് ഇതാ ഒരുത്തൻ ഉറങ്ങുന്നത്. നമ്മളെല്ലാവരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ. അപ്പാടെ അവൻ എണീപ്പിച്ചിരുത്തി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ അവിടെ എത്തുമ്പോൾ പൂട്ടിയിരുന്ന ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേഗം തന്നെ ഡൗൺ ടൗൺ മാളിലേക്ക് എത്താൻ പറ്റി. തലശ്ശേരിയിലുള്ള ഡൗൺ ടൗൺ മാളിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. 5 മണീൻ്റെ ഷോക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ അമ്മായിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒക്കെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട് മൂപ്പർക്ക്. അപ്പോൾ അതവർക്ക് അറിയത്തില്ല. അതങ്ങനെ സർപ്രൈസ് ആയിട്ട് അതും കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരാളിതാ ഭയങ്കര കരച്ചിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെയുള്ള വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിലെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ മൂപ്പത്തിക്ക് ഇവിടെ വന്നാൽ ആ വണ്ടി കയറുന്നത് ഒരു ശീലമുള്ള കാര്യമാണ്. അപ്പം അതിന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു സിനിമയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന്. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ടാണ് നമ്മളോളെ ലിഫ്റ്റ് കയറ്റിയത്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് വീഡിയോ ആണ് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ മേച്ചുവാണെങ്കിൽ ഇരുന്നും കിടന്നും എല്ലാം ഉറക്കാണ്. പിന്നെ പാവം തോന്നി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് പോപ്കോണും മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പിന്നെ സ്ക്രീൻ 1ലേക്കാണ് കയറേണ്ടത്. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി കയറി നമ്മളെ സീറ്റിലിരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് ആ സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻട്രോ എല്ലാം ആവുന്നതിന് മുമ്പ് തന്നെ കൈമലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കാണാൻ വേണ്ടി വരുന്നത്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിള്ളേരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. സിനിമ കണ്ടു കഴിയുന്നത് വരെ അവരെ കൊണ്ട് ഒരു ശല്യവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിൽ മൂപ്പരാളൊന്ന് കണ്ണ് തുറന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഉറങ്ങുക തന്നെയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ വന്നതിൽ നിന്ന് ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. അതിൻ്റെ ഇടയിൽ ഒരു കേക്കും കൂടി കൊണ്ടുവെക്കണം. പിന്നെ കീനി വരുമ്പോൾ ഒരു കണ്ണാടി ഉണ്ട്. പിന്നെ കണ്ണാടി ഉണ്ടാ പിന്നെ നമ്മൾ ഇടുമല്ലോ. അവിടുന്ന് പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് കുറച്ച് കച്ചറിയെല്ലാം കാണിച്ച് നമ്മൾ നേരെ MRIയിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഇന്ന് അമ്മായിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു ഹസ്ബൻഡിൻ്റെ വക ചെറിയൊരു കേക്ക് കട്ടിങ് സർപ്രൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കറിയത്തില്ല, ഒരു വലിയ സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ആള് ഫ്രണ്ടിൽ ഓടുന്നുണ്ട്, ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അമ്മായി മുമ്പിൽ ഒന്നും അറിയാണ്ട് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പേക്കുന്ന അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല ഇങ്ങനെ ഓരോരോ വലിയ വലിയ പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയിട്ട് കേക്ക് നോക്കി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു കേക്ക് ഞാൻ അങ്ങ് ഓർഡർ ആക്കി. എന്നിട്ട് പിന്നെയുള്ള കാത്തിരിപ്പ് മൊത്തം എപ്പം കേക്ക് വരുന്നായിരുന്നു. എൻ്റെ കണ്ണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡോർമിലേക്ക് പോകുന്നുണ്ട്. എപ്പോൾ വരുമോ എന്നറിയാത്തതുകൊണ്ട് ഇവനാണെങ്കിൽ അലമ്പോ അങ്ങനെ ഒരു വിധത്തിൽ ഇവനിക്ക് ഞാനൊരു ബേബി ചെയർ സംഘടിപ്പിച്ച് അതിലങ്ങോട്ട് ഗ്ലാസ് വലിച്ചിടുന്ന്, പ്ലേറ്റ് വലിച്ചിടുന്ന്, അങ്ങനെ എന്തൊക്കെയല്ലോ കുരുത്തക്കേടായിരുന്നു എൻ്റെ കൈമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വശത്ത് ഇവന്റെ കുരുത്തക്കേടും മറുവശത്ത് ഇതപ്പോ കേക്ക് വരുവോ പാളിപ്പോവോ ഇല്ലയോ സക്സസ് ആവോ ഒന്നും അറിയാത്തതിന്റെ ടെൻഷനും എല്ലാം കൂടി ഇങ്ങനെ ഡോർമലേക്ക് തന്നെയാണ് എന്റെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ കേക്ക് ഇങ്ങ് എത്തിയിട്ടുണ്ട്. അങ്ങനെ കേക്ക് കണ്ടപ്പോൾ ആളൊന്ന് ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. നമ്മളെ മുഖത്തെ കളലക്ഷണങ്ങൾ കണ്ടും പിന്നെ കെട്ടിയോന്റെ മുഖത്തെ കളലക്ഷണങ്ങൾ കണ്ടും ആൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്നാലും നല്ല രീതിയിൽ തന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പീസ് മോക്ക് കൊടുത്ത്, പിന്നെ ഉമ്മാക്ക് കൊടുത്ത്, പിന്നെ എനക്ക് കിട്ടി, അമ്മായിക്ക് കിട്ടി, എൻ്റെ മക്കൾക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മന്തിയും ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒക്കെയാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ അതെല്ലാം കഴിച്ച് എനിക്ക് മന്തി നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ന്യൂഡിൽസ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. നമ്മളെ പാളിപ്പോയ സർപ്രൈസ് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.
അങ്ങനെ ബല പോലെ പോയവര് ഇതുപോലെ വന്നിട്ടുണ്ട്. എല്ലാം കളർന്നിട്ടുണ്ട്. ലെവലടക്കം